യു എസ് എനെയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ എന്ത് കണ്ടിട്ടാണ് അവർ ഇസ്രായേലിനെയും യു എസ് എനെയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കാരണം അവർക്കൊന്നുമില്ല, അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അവർ സിനിമ കാണാനോ അല്ലെങ്കിൽ കട്ടാക്കിയിട്ടോ എന്തെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ഹിസ്റ്ററി പഠിക്കാത്തത്. ഓക്കെ, ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് നോളജുകൾ കിട്ടാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ പോയിട്ട് നോക്കിയിട്ട് പഠിക്കുകയും ചെയ്യാം. ഇതൊന്നും ചെയ്യുന്നില്ല, ഒരു റിസർച്ചും ചെയ്യാതെ വെറുതെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇറാനെ. ഇപ്പം ഫലസ്തീൻ്റെ പ്രശ്നം വന്നപ്പം ഫലസ്തീനെ കുറ്റം പറയുന്നു, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ്റെ പ്രശ്നം വരുമ്പം ഇറാനെ കുറ്റം പറയുന്നു, ഇസ്രായേലിനെ യു എസ് എനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ഇതേപോലത്തെ ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് മെയിനായിട്ട് ഇസ്ലാമോഫോബിയ ആണുള്ളത്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളോടുള്ള പേടിയോ ഭയമോ എന്താ പറയുക, അവരോടുള്ള വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനത്തെ പല കാരണങ്ങളായിരിക്കാം ഇവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന വേർഡ്സ്, അവർ പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് യാതൊരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കാരണം വർഷങ്ങളായിട്ട് യു എസ് ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അവരെങ്ങനെയാണ് ഈ ഒരു ലെവലിലായത്, ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർ ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഇത് ശരിക്കും പൊതുവെ ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ പണ്ട് അറിയാലോ, നാസികളെ അടിച്ചോടിച്ച് അവരെ പരിപ്പിളക്കി വിട്ടതാ. എന്നിട്ട് അവർ അഭയാർത്ഥികളെ പോലെ പല രാജ്യങ്ങളെടുത്ത് ചെന്നിട്ട് ഒരാൾ പോലും, ഇതൊക്കെ ബേസിക്കാണ് കേട്ടോ, ഒരാൾ പോലും അവരെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഈ ഫലസ്തീനികളാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന പോലെ അവരെ കയറ്റി. അതാണ് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്. അതിനുശേഷം ബാക്കി പിന്നെ ഹിസ്റ്ററിയാണ്. വർഷങ്ങളായിട്ട് അടിയാണ്. പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടി കൂടുന്നത്. എന്നാൽ പിന്നെ മാന്യമായിട്ട് രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനും തയ്യാറല്ല. അവർക്ക് ഒരേ ഒരു വാശിയാണ്, അവർക്ക് തന്നെ വേണം. അവർ പറയുന്നത് ഫലസ്തീൻ മാത്രമല്ല, അവർക്ക് ലെബനൻ വേണം, സിറിയ വേണം, ഇറാഖ് വേണം, അവർക്ക് എല്ലാ രാജ്യങ്ങളും വേണം. എനിക്ക് തോന്നുന്നത് ഇവരൊരു ന്യൂ വേൾഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നെതന്യാഹു. പിന്നെ ഈ എപ്സ്റ്റീൻ ഫയല് ഇത്രയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ്, ബിൽഗേറ്റ്സ് അടക്കമുള്ള ആൾക്കാർ കൺഫസ് ചെയ്ത് മാപ്പ് ചോദിക്കുന്നു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങനെ അതിലുൾപ്പെട്ട പല ആൾക്കാരും കൺഫസ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു യുദ്ധം വന്നത്. ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ എപ്സ്റ്റീൻ ഫയല് മുക്കണം. അതും അല്ലെങ്കിൽ ഇതതിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അതായത് അവർക്ക് ഇറാനോട് പ്രത്യേകിച്ച് എന്താ പറയുക, ഇറാൻ്റെ ഭരണം മാറ്റിമറിച്ചിട്ട് അവർക്ക് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർ പറയുന്ന പോലെ ഒരു ഫ്രീഡം വാങ്ങി കൊടുക്കാനാണെങ്കിൽ ഇവർ ഈ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവർ ഫലസ്തീനിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ആരെ ബാക്കപ്പിലാണ് ഇസ്രായേൽ ഫലസ്തീനിൽ യുദ്ധം ഇത്രയും ഉണ്ടാക്കിയത്? എല്ലാവരും പറയും ഒക്ടോബർ 7 ആണ് യുദ്ധം തുടങ്ങിയതുകൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷെ ആ പറയുന്ന ആൾക്കാർ വളരെ ബാലിഷായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് സ്റ്റോറി അറിയില്ല, അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ഇത് ഇന്നലെയും തുടങ്ങിയല്ല, ഒക്ടോബർ 7 തുടങ്ങിയൊരു കാര്യമല്ല ഫലസ്തീനിൽ ഉണ്ടായിട്ടുള്ളത്. അത് വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന അടിച്ചമർത്തൽ, അധിനിവേശത്തിൻ്റെയും ബാക്കി പത്രം മാത്രമാണ് ഈ ഹമാസ്, അതായത് ഫലസ്തീനിലുള്ളവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അവർ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസ് ഇടക്ക് പോയിട്ട് ഒന്ന് പൊട്ടിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ കുട്ടികൾ കല്ലും മണ്ണും വടിയൊക്കെ എറിയും. ഇതൊക്കെയായിരുന്നു അവരുടെ റെസിസ്റ്റൻസ്. അവർക്ക് അത്രയും അതിനുള്ള ബാക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവർ ഇറാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്നാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ ഇത്രയുള്ളൊരു കറൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ ഇറാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം ട്രംപ് പറയുന്നുണ്ടായി എന്താ, അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞു എന്ന്. ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അവർ വിചാരിച്ചു ഫലസ്തീനികളെ അടിച്ചമർത്തിയതുപോലെ അവർക്ക് ഇറാനികൾ അടിച്ചമർത്താമെന്ന്. കാരണം UK, ബ്രിട്ടീഷുകാരും കോളനൈസ്, അതുപോലെ അമേരിക്ക ന്യൂ വേർഷൻ ഓഫ് കോളനൈസേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ സകലയിടത്തും ബേസ്ഡ് ക്യാമ്പ് ഉള്ളത്. അതൊരു വേറെ ടൈപ്പ് ഓഫ് കോളനൈസേഷനാണ്. അവർ ഇങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം തരാം, എന്നാൽ നമുക്കിവിടെ നിന്നൊക്കെ തുടങ്ങണം. ഈ ലെവലിലാണ് ഇപ്പോഴത്തെ അവരൊരു ഇൻവേഷൻ മിഡിൽ ഈസ്റ്റിലേക്ക്. അതായത് അവരൊന്നും കാണാതെ എവിടെ ഒന്നും ചെയ്യില്ല.
ഓക്കെ. അപ്പോൾ ഇതേ ടൈപ്പിൽ അവർ ഇറാനെ കോളനൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പറ്റിയില്ല. കാരണം ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കോളനൈസ് ചെയ്യപ്പെടാത്ത ഒരു രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് കച്ചവടം മാത്രമേ ഇറാനിൽ ഉണ്ടായിട്ടുള്ളൂ ബ്രിട്ടീഷുകാർക്ക്. ആ സമയം തൊട്ട് വരെ ഇറാനികൾ ഒരിക്കലും ആരും മുന്നിൽ തലകുനിച്ചിട്ടില്ല. അവർക്കൊരു എന്താ പറയുക, ഒരു ധാർഷ്ട്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. കാരണം അവർക്കൊരു ആശയമുണ്ട്. ആ ആശയത്തിൽ ആദർശത്തിൽ നിന്ന് അവരൊരിക്കലും വിട്ടുമാറില്ല. അപ്പോൾ അവർ ഫലസ്തീനികളെ ഇപ്പം ലെബനോണിലാണെങ്കിലും അവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇറാനെ അടിച്ചമർത്താനുള്ളൊരു കാരണം പറയുന്നത് അവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അത് അവർ ത്രെട്ടാവും എന്നുള്ള ഒരു ത്രെട്ട് ഉണ്ട് എന്നിങ്ങനെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് സകല ആൾക്കാരെയും ഈ എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരുമാതിരിപ്പെട്ട ലോക നേതാക്കൾ മുഴുവൻ എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അവർക്കെതിരെ മിണ്ടാൻ പാടില്ല. അതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് എപ്സ്റ്റീൻ ഫയൽ. എൻ്റെ ഒരു ഞാനൊരു അസ്യൂം ചെയ്യുന്ന എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പം ലോക നേതാക്കളൊന്നും മിണ്ടൂല. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പെട്ടിട്ടുണ്ട്. കുറച്ച് നല്ല വെടിപ്പുള്ള ആൾക്കാർ, അതായത് റഷ്യ, ചൈന, അതുപോലെ ഇറാനിലെ അവരൊക്കെയാണ് ഈ എപ്സ്റ്റീൻ ഫയൽ ഉൾപ്പെടാത്ത ആൾക്കാർ. ബാക്കി എല്ലാ ആൾക്കാരും കറപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പറയാൻ UN പോലും ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഒരു വലിയൊരു ശൃംഖലയാണ് എപ്സ്റ്റീൻ ഫയലിനോട് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇറാനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പലതും ബാലിശമാണ്, പൊള്ളത്തരാണ്. കാരണം ഇവർ സദ്ദാം ഹുസൈനോട്, ഗദ്ദാഫിനോട് ഒക്കെ അവർ ഉന്നയിച്ച കാരണങ്ങൾ സദ്ദാം മാസ് വെപ്പൺസ് ഇറാഖിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ ഇൻവേഡ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇറാനൊരു എന്താ പറയുക, അവർ പറഞ്ഞൊരു വേർഡുണ്ട്, ടെററിസ്റ്റ് രാഷ്ട്രമാണെന്നാണ് US പറഞ്ഞിട്ടുണ്ടായത്. അവരെ ടെററിസ്റ്റ് രാഷ്ട്രത്തിൽ മുദ്ര കുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ഒരുപാട് ഉപരോധം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരൊരു ഹിസ്റ്ററിയിൽ ഞാൻ വായിച്ചതാണ്, അഫ്ഗാനിസ്ഥാനെതിരെയും താലിബാനെതിരെയും അമേരിക്കയോട് കൂടെ ചേർന്ന് യുദ്ധം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇറാനിൽ. അപ്പോൾ അവരെങ്ങനെയാണ് ഒരു തീവ്രവാദ രാഷ്ട്രമാവുക? കാരണം യുറേനിയം എന്ന് കണ്ടുപിടിച്ചോ ഇറാനിൽ, അന്ന് തൊട്ട് US-ന് അവിടേക്ക് കണ്ണുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പം ഇവർക്കിപ്പം ഇസ്രായേലിനിപ്പം അവർക്കൊരു ന്യൂ വേൾഡ് ഉണ്ടാക്കണം. അവരെ രീതിയിൽ, എല്ലാവരും പറയുന്ന രീതിയിൽ അവർക്ക് ഒരു ഏരിയ ഫുള്ളും അവർ സ്ലോലി എല്ലായിടത്തും അവർ പവർ കൂടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇൻവേഡ് ചെയ്യും. അവർക്കൊരു ഹ്യൂമാനിറ്റേറിയൻ മൈൻഡോ എമ്പതിയോ ഒന്നുമില്ല. അവരവിടുത്തെ ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെല്ലാവരും എന്താ പറയുക, ഒരു മാസീവായിട്ടുള്ള ഒരേ ഷെയറിങ് തോട്ട്സാണ് അവർക്കുള്ളത്. അവർ കുട്ടികളെ റേപ്പ് ചെയ്യുന്നതും സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതും കുട്ടികൾ കൊന്നതും ഒക്കെ എന്തോ ഒരു ചെറിയ കളിത്തോക്ക് വെച്ച് കളിച്ച് കാര്യം പോലെയാണ് അവരവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ അവരവിടുത്തെ ആൾക്കാരെ തന്നെ ആ രീതിയിൽ മെരുക്കി എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്കിപ്പം ഇറാനിലെ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടോ അതൊന്നും അല്ല. അതൊക്കെ ചുമ്മാ പറയുന്നത്, കാരണം ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും കാലം ഇതൊരു കോൺസ്പിറസി തിയറി പോലെ കുറേ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അമേരിക്കയിലെ ജനങ്ങളാണ് ഇതിനെതിരെ പറയുന്നത്. കാരണം അവരെ ടാക്സ് പേ ചെയ്തിട്ട് അവരെ അവിടുത്തെ സോൾജേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ വന്നത്. ഇപ്പം ഇന്നലെ അലി ഖമേനിനെ ഒരു അസാസിനേറ്റ് ചെയ്തു, ഒരുപാട് ആൾക്കാർ അസാസിനേറ്റ് ചെയ്തു. എന്ത് കാരണം കൊണ്ട്? ഓൾറെഡി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരിത് ചെയ്തത്. ഇത് മുന്നേ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ഇറാനുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2025 തോന്നുന്നു അവർ 6 ആണവ നിലയങ്ങളിലെ ബോംബിട്ട് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവരെ US ഇസ്രായേൽ തമ്മിലുള്ള ഈ ഒരു ബന്ധം ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അവർ വേറെ എന്തൊക്കെയോ മുന്നിൽ കണ്ടിട്ടുള്ള കളികളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇറാഖ് ഇനി അടുത്തത് അസ്യൂം തുർക്കി ആയിരിക്കും ഇനി അവരടുത്ത ലക്ഷ്യം. ഇതിൻ്റെ ഇടയിൽ മരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അനാഥരാക്കപ്പെടുന്നതും അതിനിടെ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളൊക്കെ ഇതിൽ ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ സകല ആൾക്കാർ ഇതിലൊക്കെ പെടും. നമ്മളൊക്കെ ബുദ്ധിമുട്ടാൻ പോവാണ്. കുറേ തലതെറിച്ചിട്ടുള്ള എന്താ പറയുക,
ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കേണ്ട കുറച്ച് കിളവന്മാരെ സ്വഭാവമാണിത്. എന്ത് ചെയ്യാം, ഇങ്ങനെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരെയൊന്നും പിടിച്ചു കെട്ടാൻ ആരുമില്ല. അങ്ങനെ പറയേണ്ട ആൾക്കാരൊക്കെ അവരെ ട്രാപ്പിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ്.